2018 ഡിസംബറിൽ മാൻ വാങ്സു എന്നൊരു ചൈനീസ് യുവതിയെ കനേഡിയൻ ഇന്റലിജൻസ് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ആ യുവതിയെ അവർ ബാങ്കോവറിലെ അവരുടെ ഡിറ്റിനേഷൻ സെന്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആ മാറ്റിയതിന് പിന്നിൽ അവർക്കൊരു ഉദ്ദേശമുണ്ട്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് US-ലേക്ക് കൈമാറണം, അതായത് എക്സ്ട്രാഡിഷൻ ചെയ്യണം എന്നാണ് അവരുടെ ഉദ്ദേശം. ആ അറസ്റ്റിന് പിന്നിൽ ആ യുവതിക്ക് മുകളിൽ കനേഡിയൻ ഇന്റലിജൻസ് ചുമത്തിയ കുറ്റം എന്തെന്ന് വെച്ചാൽ ചാരപ്രവൃത്തിയാണ്. അതായത് US-ലെ CIA ഈ വ്യക്തിയെ നോട്ടം ഇട്ടിട്ട് കുറച്ച് നാളുകളായിരുന്നു. അപ്പം ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പല നീക്കങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കനേഡിയൻ ഇന്റലിജൻസ് ആണ് എന്തായാലും അറസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇവർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു ബീജിങ്ങിലും അതുപോലെ തന്നെ ലോകത്തിലും ആകെ ഒരു വലിയൊരു തീയായി പടർന്ന് പന്തലിക്കുകയായിരുന്നു ഈ വാർത്ത. എങ്ങനെയാണ് ഈ ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തത്? ചാരപ്രവൃത്തിയുടെ പേരിലാണെങ്കിലും ഈ യുവതി ഒരു നിസ്സാരക്കാരി ആയിരുന്നില്ല. ചൈനീസ് ടെക്നോളജി കമ്പനിയായ ഹുവാവയുടെ അധിപനായ റെൻ സെങ്ഫിയുടെ മകളായിരുന്നു ഈ വ്യക്തി. അത് മാത്രമല്ല, ഈ യുവതി ഹുവാവയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും കൂടിയായിരുന്നു. ഈ അറസ്റ്റ് ചൈനയും US-നെയും കാനഡയും തമ്മിലുള്ള ബന്ധത്തെ അതിഭീകരമായിട്ടാണ് ബാധിച്ചത്. ഇതിന്റെ തുടക്കം മനസ്സിലാക്കാനുണ്ടല്ലോ, നമ്മൾ കുറെ കാലം പിന്നോട്ട് പോകണം. അതായത് റെന്നിന്റെ അച്ഛന്റെ അച്ഛൻ ഒരു ഷെഫായിരുന്നു. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം മരിക്കുന്ന ദിവസം അദ്ദേഹത്തിന്റെ അച്ഛന് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ, അതായത് റെന്നിന്റെ അച്ഛന് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് സീനോ ജാപ്പനീസ് വാർ നടക്കുകയാണ്. കാരണം ജപ്പാൻ ചൈനയിലോട്ട് കടന്ന് കയറുന്നുണ്ട്. അത് കാരണം തന്നെ ചൈനയ്ക്ക് ധാരാളമായ ആയുധങ്ങൾ ആവശ്യമുള്ള സമയമാണ്. അപ്പോ റെന്നിന്റെ അച്ഛന് ചൈനയുടെ ഒരു ആംസ് ഫാക്ടറിയില്, അത് കൗമിറ്റാങ് എന്ന ഒരു പാർട്ടി ഉണ്ട് ചൈനയിൽ. അതായത് ഇപ്പം ചൈന ഭരിക്കുന്ന CCP, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ ഉള്ള ഓപ്പോസിഷനാണ് നമ്മുടെ കൗമിറ്റാങ് പാർട്ടി. അപ്പൊ ഈ കൗമിറ്റാങ്ങിന്റെ ഒരു ആംസ് ഫാക്ടറിയിൽ ഇദ്ദേഹത്തിന്റെ അച്ഛന് ജോലി കഴിക്കുന്നുണ്ട്. അവിടെ കുറച്ചുനാൾ ജോലി ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സ്കൂളിന്റെ പ്രസിഡന്റ് ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക്, അതായത് പാർട്ടിയുടെ കീഴിലുള്ള സ്കൂളിന്റെ തന്നെ പ്രസിഡന്റ് ആയിട്ട് ജോലി കിട്ടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ റെന്നിന്റെ അമ്മയെ പരിചയപ്പെടുന്നതും ഇവര് കല്യാണം കഴിക്കുന്നതും. അങ്ങനെ ഒക്ടോബർ 25, 1944 റെൻ സെങ്ഫി ജനിക്കുന്നത്. റെന്നിന്റെ ചെറുപ്പവും റെന്നെ വളർന്നതും എല്ലാം ഒരു റൂറൽ ഏരിയയിലാണ്. ഇവരുള്ളത് ചൈനയുടെ സൗത്ത് പ്രൊവിൻസിലുള്ള ഒരു റൂറൽ റീജിയനിലാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബേസിക് പഠനങ്ങളെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഗ്രാജുവേഷൻ ആയിട്ട് പോകുന്നത് ചോക്കിങ് എന്ന് പറഞ്ഞിട്ട് ചൈന യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരു ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പീപ്പിൾ ലിബറേഷൻ ആർമി ഓഫ് ചൈനയിൽ ഒരു ജോലിക്കായിട്ട് ചെല്ലുന്നുണ്ട്. ഇദ്ദേഹത്തിന് ആ ജോലി കിട്ടുന്നുണ്ട്. ഇദ്ദേഹം പീപ്പിൾ ലിബറേഷൻ ആർമിയിൽ ഒരു സാധാ ടെക്നീഷ്യൻ ആയിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് എഞ്ചിനീയറിംഗിനുള്ള കഴിവ് കാരണം ഇദ്ദേഹം R&D വിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിലേക്ക് മാറുന്നു. അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം വീണ്ടും ഒരുപാട് പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ആകുന്നു. അതായത് ഡെപ്യൂട്ടി റെജിമെന്റൽ ചീഫ് എന്നുള്ള ഒരു മിലിറ്ററിയിലൊരു വലിയൊരു സ്ഥാനമുണ്ട്. അതിന് ഇക്വലന്റ് ആണ് ഈ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ളത്. ആ സ്ഥാനത്തിരിക്കുന്നു. അപ്പോൾ തന്നെയാണ് ചൈനയിലെ നാഷണൽ സയൻസ് കോൺഫറൻസ് നടക്കുന്നത് 1978. അപ്പം ചൈനയെ പ്രതിനിധീകരിച്ച് ഇദ്ദേഹമാണ് അതിൽ പങ്കെടുക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് നല്ല സയൻസിലൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. കാരണം ചൈന ഇദ്ദേഹത്തെയാണ് വിടുന്നത്. അങ്ങനെ 1983 ആകുമ്പോഴേക്കും PLA-യിൽ, അതായത് പീപ്പിൾ ലിബറേഷൻ ആർമിയിൽ വർക്ക് ഫോഴ്സ് ഒരുപാട് പേര് കൂടുതലാണെന്ന് പറഞ്ഞ് അന്നത്തെ പാർട്ടി അവിടുന്ന് ഒരുപാട് പേരെ പിരിച്ചുവിടുന്നു. ഏകദേശം 5 ലക്ഷത്തോളം പേർക്ക് ആ സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ടു. നമ്മുടെ റെൻ സെങ്ഫിക്കും ആ സമയത്ത് തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്ന് അദ്ദേഹം ഒരു റീറ്റെയിൽ സ്റ്റോർ, അതായത് സോഫ്റ്റ്വെയർസും ഒക്കെ തുടങ്ങുന്ന റീറ്റെയിൽ സ്റ്റോറാണ് അദ്ദേഹം ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു 5 വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രോഗ്രസ് ഒന്നും വരുന്നില്ല. 1987 വരെ അദ്ദേഹം ചെറുകിട കച്ചവടമായിട്ട് ഇരിക്കുന്നു. അദ്ദേഹത്തിന് അതിൽ വലിയ തൃപ്തനുമല്ല. അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഇനീഷ്യേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ആ സമയത്ത്, അതായത് 1980-കളിൽ ചൈനയുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കര മോശമായിരുന്നു. ചൈനയിൽ അന്നത്തെ ഗവൺമെന്റിനെ ഇതൊന്ന് മാറ്റണം. ചൈന ടെലികമ്മ്യൂണിക്കേഷനിലും എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആവണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വരണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് 1987 ആയപ്പോഴേക്കുമാണ് റെൻ സെങ്ഫി ഹുവാവെ ടെക്നോളജീസ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുന്നത്. റെൻ സെങ്ഫിക്ക് ഈ ഹുവാവെ എന്നുള്ള പേര് കിട്ടുന്നത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഇദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ചൈനയിലെ ഒരു മതിലില് ആണ് ആദ്യം അദ്ദേഹം ഈ പേര് കാണുന്നത്. ഈ ഹുവാവെ എന്ന് വെച്ചാൽ അതിന്റെ ചൈനീസ് മീനിങ്, അല്ല അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് വെച്ചാൽ ചൈന ഈസ് ഏബിൾ എന്നാണ്.
ചൈനയ്ക്ക് പറ്റും എന്നുള്ള രീതിയാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പം അദ്ദേഹം ആ പേര് കമ്പനിക്ക് ചൂസ് ചെയ്തു. അദ്ദേഹം ചൂസ് ചെയ്യുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ 5 സുഹൃത്തുക്കളും കൂടെയാണ് ഈ കമ്പനി തുടങ്ങുന്നത്. അവരും എല്ലാം ചൈനീസ് ഗവൺമെന്റിലും അല്ലാതെ പ്രൈവറ്റ് സെക്ടറിലും നല്ല നല്ല മാനേജറിയൽ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവർ 5 പേരും കൂടെ 1987 $5,000 ക്യാപിറ്റലിലാണ് ഇവര് ഹുവാവെ ടെക്നോളജീസ് തുടങ്ങുന്നത്. ഇവരുടെ ആദ്യത്തെ പ്രൊജക്ടുകൾ എന്താണെന്ന് വെച്ചാല് ഹുവാവെക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ പ്ലാന്റോ നിർമ്മാണ യൂണിറ്റുകളോ ഒന്നുമില്ല. അപ്പോൾ ഇവര് ചെയ്യുന്ന വെച്ചാൽ ഹോങ്കോങ്ങിന് അന്നത്തെ കാലത്ത് PBX ബോക്സ് എന്ന് പറയും, അതായത് പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച്. ഇതൊരു സ്വിച്ചസ് ആണ്. ബേസിക്കലി നമ്മള് ഒരു ഹോട്ടലാണെങ്കിൽ അവിടുത്തെ എല്ലാ കോൾസും ഒറ്റ ലൈനേ ഉള്ളൂ, അല്ല സെപ്പറേറ്റ് ലൈൻ അല്ല, എന്നാൽ എല്ലാം ഒറ്റ ലൈനിലൂടെ ഇത് കൺട്രോൾ ചെയ്യുന്നതിനാണ്. അതായത് പല റൂംസിലെ ഫോൺ എല്ലാം കൂടെ ഒരുമിച്ച് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് അത് പുറത്തോട്ടും അകത്തോട്ടും ഉള്ള കോളുകൾക്ക് വേണ്ടി എടുക്കുന്നതാണ് ഈ PBX ബോക്സുകൾ, പ്രൈവറ്റ് ബ്രാഞ്ച് എക്സ്ചേഞ്ച് ആണെന്ന് പറയാം. ഇത് ഹോങ്കോങ്ങിൽ നിന്നും അവര് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഇമ്പോർട്ട് ചെയ്ത PBX ബോക്സുകൾ ചൈനയിലെ ഹോട്ടൽസ്, ചെറിയ ചെറിയ ഫാക്ടറീസ് ഇങ്ങോട്ടെല്ലാം അവർ സപ്ലൈ ചെയ്തു. എന്നാൽ നമ്മുടെ റൺ സെങ്ഫി റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ അതിപ്രാഗൽഭ്യമുള്ള ആളാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് അഴിച്ച് ഇത് എന്തുകൊണ്ട് നിർമ്മിക്കുന്നത്, എന്താണ് അതിനകത്തുള്ളത്, അതിന്റെ കണ്ടൻസ്, അങ്ങനെയുള്ളതെല്ലാം പഠിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇതിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹം സെയിൽസിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ഇത് നിർമ്മിക്കുന്നു, എന്താണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്സ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്നാണ്. ഏകദേശം അങ്ങനെ ഇവര് ഒരു 3 വർഷം 1990 വരെ ഇവർ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 5 സുഹൃത്തുക്കൾക്കും കൂടുതൽ സെയിൽസ് പിടിക്കുക എന്നതിലാണ് ഇത് ലക്ഷ്യം. പക്ഷെ അദ്ദേഹത്തിന് അതിനോടൊരു താല്പര്യമില്ല. ആ ഒരു സമയത്ത് ആ ഒരു 3 വർഷക്കാലം അവിടുത്തെ ലോക്കൽ റിസർച്ചിന്റെ ആളുകളെ വെച്ചിട്ട് റൺ സെങ്ഫി ഏകദേശം 600ഓളം R&D സ്റ്റാഫ് ആ സമയത്ത് ഇവർക്കുണ്ട്. അവരുടെ സെയിൽസ് വിങ്ങിനേക്കാളും ഒരുപാട് വലുതാണ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്. ഇത് കാരണം അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് അവര് നമുക്ക് ഇവിടെ നിർത്താം, ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കമ്പനിയുടെ ബാക്കി ഷെയറുകളും കൂടെ നൽകി ഇവരെല്ലാം ഇത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ 1990-ൽ തന്നെ ഇദ്ദേഹം ചൈനയിൽ ഒരു ചെറിയൊരു ഫാക്ടറി എടുത്ത് സ്വന്തം PBX ബോക്സുകൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. അപ്പോൾ അദ്ദേഹം ഹോങ്കോങ്ങിൽ നിന്നുള്ള എക്സ്പോർട്ട്, അതായത് അവർ ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തി സ്വന്തം PBX ബോക്സുകളാണ് അദ്ദേഹം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പിന്നെയും ഒരു 3 വർഷക്കാലത്തോളം, അതായത് 1993 വരെ കമ്പനിക്ക് വലിയ പ്രോഗ്രസ് ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ 1993 ഹുവാവെ ടെക്നോളജീസ് ഒരു മേജർ ബ്രേക്ക് ഔട്ട് നടത്തുകയാണ്. CO8 എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഹുവാവെ ടെക്നോളജീസ് പുറത്തിറക്കുന്നു. ഇത് പ്രോഗ്രാം കൺട്രോൾഡ് സ്വിച്ചസ് ആണ്. അതുവരെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ലായിരുന്നു. ഹുവാവെ തന്നെയാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആ കാലത്ത് ചൈനയിൽ അവൈലബിൾ ആയ ഏറ്റവും ചീപ്പും എന്നാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്വിച്ചസ് ആയിരുന്നു. ഇത് ഹുവാവയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇവരുടെ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ, ആദ്യം ഇവർ ഈ പ്രൊഡക്റ്റ് മാക്സിമം റൂറൽ ഏരിയസിലാണ് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത്, അല്ലെ ഫോക്കസ് ചെയ്തിരുന്നത്. അവിടുത്തെ ഫാക്ടറീസ്, ഹോട്ടൽസ്, ഓരോ കമ്പനീസിലേക്കാണ് ഇവർ ആദ്യം ഈ പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവർ സിറ്റീസ് ഫോക്കസ് ചെയ്യുന്നതും ചൈനയുടെ സിറ്റീസിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് വീണ്ടും ഒരു പുഷ് കിട്ടുകയാണ്. അതായത് ചൈനീസ് ആർമിക്ക് വേണ്ടിയിട്ട് നാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഹുവാവെ ടെക്നോളജീസിന് കിട്ടുകയാണ്. ആ സമയത്ത് റൺ സെങ്ഫി പറഞ്ഞ, ഇൻ ടേംസ് ഓഫ് ബിസിനസ് ഇറ്റ്സ് വെരി സ്മോൾ, ബട്ട് ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് ഇറ്റ്സ് വെരി ബിഗ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കമ്പനിക്കും ഹുവാവയ്ക്കും എന്നും ഒരു പൊൻതൂവൽ ചാർത്തി കൊടുക്കാൻ പറ്റിയ അവസരമാണ് ആ ഒരു റിലേഷൻഷിപ്പിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ മിലിറ്ററിക്ക് വേണ്ടി നെറ്റ്വർക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ അദ്ദേഹം സാധിച്ചു. അങ്ങനെ 94-ല് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജെയിങ് സെമിയെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അവര് മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിച്ചസ് പറഞ്ഞാല് നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അതിന് സ്വന്തമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല, സ്വന്തം രാജ്യത്തിന്റെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിന് ബോർഡറിൽ മിലിറ്ററി ഇല്ലാത്തതിന് തുല്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാവാം, ഒരുപാട് ഡീറ്റെയിൽസ്, അതുപോലെ ഒരുപാട് രഹസ്യ വിവരങ്ങൾ പുറം രാജ്യത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് അങ്ങനെ ചൈനയുടെ ഗവൺമെന്റിന്റെ എല്ലാ വർക്സിലും ഉള്ള ടെലികമ്മ്യൂണിക്കേഷൻ സ്വിച്ചസ് ഹുവാവെക്ക് തന്നെ കിട്ടി. അങ്ങനെ ഹുവാവെ അവരുടെ പ്രൊഡക്ഷൻസും പ്ലാന്റും എല്ലാം കൂടുതൽ വലുതാക്കി. കാരണം എൻ്റെ ഗവൺമെന്റിന്
ലോക്കലി വേണ്ട ആവശ്യങ്ങൾക്ക് ഫാക്ടറീസിനെല്ലാം ഉള്ള സ്വിച്ചസ് മുഴുവൻ ഹുവാവയുടെയാണ് യൂസ് ചെയ്യുന്നത് ആ സമയത്ത്. അങ്ങനെ ഏകദേശം 90s വരെ ആ രീതിയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയിട്ടും അവിടുത്തെ ഫാക്ടറീസിനും ഹോട്ടൽസിനൊക്കെ വേണ്ടിയിട്ട് സ്വിച്ചസിന്റെ മായത്രമായിട്ട് അവർ ഫോക്കസ് ചെയ്ത് വളർന്നുകൊണ്ടിരുന്നു. ഇതിന് മേലുള്ള കാരണം വെച്ചാൽ 90s ആയപ്പോഴേക്കും ചൈന അവരുടെ ബൂമിങ്ങിന്റെ കാലത്തിന്റെ തുടക്കം ഏകദേശം ആയി തുടങ്ങി. അതായത് കുറച്ചായി ബൂമിങ് തുടങ്ങി ഓൾറെഡി. ആ സമയത്ത് ടെക്നോളജി ജയന്റ് ആയ നോർട്ടൺ അവരുടെ കംപ്ലീറ്റ് പ്രൊഡക്ഷനും ചൈനയോട്ട് മാറ്റാൻ തീരുമാനിക്കുന്നു. ഇതിന്റെ കോൺട്രാക്റ്റിലെ ടെൻഡർ കിട്ടുന്നത് ഹുവാവയ്ക്കാണ്. ഹുവാവയ്ക്ക് അപ്പം ഓൾറെഡി വലിയ പ്ലാന്റ് ഉണ്ട്, അവര് ഓൾറെഡി അവർക്ക് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ നോർട്ടണിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷനും ഹുവാവയ്ക്ക് കിട്ടുന്നു. ഓൾറെഡി ഇദ്ദേഹം റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ വളരെയധികം മികവുള്ള ആളാണ്. അങ്ങനെ നോർട്ടണിന്റെ ഈ പ്രൊഡക്ഷൻ ഇവർക്ക് കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ കമ്പനി അല്ല ഹുവാവയ്ക്ക് വീണ്ടും ഒരു 10 ഇരട്ടി വേഗത്തിൽ വളരാനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കി കൊടുത്തത്. അങ്ങനെ 96 ആയപ്പോഴേക്കും ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വേറൊരു ഡിക്ലറേഷൻ വരുന്നു. അതായത് ചൈനയുടെ ബോർഡറിനകത്ത് ഉപയോഗിക്കുന്ന ഏത് തരം ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ആയാലും അത് ചൈനീസ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ ചൈനീസ് കമ്പനികളുടെ തന്നെ ആയിരിക്കണം എന്ന ഒരു ഡിക്ലറേഷൻ വരികയാണ്. ശരിക്കും അന്നത്തെ കാലത്ത് ചൈനയിലെ ഏറ്റവും വലിയ ബിഗ് പ്ലെയർ ആ സമയം ആയപ്പോഴേക്കും ഹുവാവ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും അത്ര ഒരു ശേഷിയോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒന്നുമില്ല. ആ സമയത്ത് ഹുവാവ മാത്രം അത്ര സ്ട്രോങ് ഉള്ളു. അതായത് ഹുവാവയ്ക്ക് തന്നെ ഓർഡർ വരണം എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അങ്ങനെ ചൈനയുടെ നാഷണൽ ചാമ്പ്യനായിട്ട് ഹുവാവ 97 ആയപ്പോഴേക്കും പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. ചൈനയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രീസിന്റെ കൂട്ടത്തില് ഇത് മുന്നേ ഏകദേശം ഒരു 10-11 വർഷമാവുന്നേ ഉള്ളൂ. ഈ ഹുവാവ തുടങ്ങിയിട്ട് 10 വർഷം കൊണ്ടാണ് ഹുവാവ ഇത്രയും വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. അങ്ങനെ 97 ഹോങ്കോങ് കമ്പനിയായ ഹച്ചിസന്റെ പ്രൊഡക്ഷനും ഹുവാവ തന്നെ ഏറ്റെടുക്കുന്നു. അവർ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് ഹച്ചിസന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1999 ആയപ്പോഴേക്കും അവരുടെ പുതിയൊരു R&D വിങ്ങിടുന്നത് നമ്മുടെ ഇന്ത്യയിലെ ബാംഗ്ലൂരിലാണ്. അങ്ങനെ 2000 മുതൽ 2005 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹുവാവ പല കമ്പനീസ് ആയിട്ടും മൾട്ടിപ്പിൾ കോൺട്രാക്ട്സിൽ എൻ്റർ ചെയ്യാണ്. വോഡാഫോൺ ആയിട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടെലികോം ആയിട്ട്, സൗദി ടെലികോം ആയിട്ട് എല്ലാവരുമായിട്ട് ഒരുപാട് കോൺട്രാക്ട്സിൽ ഏർപ്പെട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തും അവർക്ക് രാജ്യത്ത് ഹുവാവയുടെ തന്നെ പ്രൊഡക്ട്സ് വെച്ചു കൊടുത്തും ഹുവാവ അങ്ങനെ എല്ലാ രാജ്യത്തും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കാലത്ത് സ്വന്തം രാജ്യത്തിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് അല്ല ഇരിക്കുന്നതെങ്കിൽ മിലിറ്ററി എല്ലാത്തിനും തുല്യമാണെന്ന് പറഞ്ഞ ഹുവാവ മറ്റുള്ള രാജ്യങ്ങളിൽ ഹുവാവ തന്നെ നിർമ്മിച്ച പ്രൊഡക്ട്സ് വെച്ചു കൊടുക്കുകയാണ്. അതുവരെയുള്ള ഹുവാവയുടെ സ്ട്രാറ്റജീസും പ്ലാൻസും അതിന്റെ എക്സിക്യൂഷനും എല്ലാം വളരെ സക്സസ് ആണ്. അങ്ങനെ ഓരോരോ രാജ്യങ്ങളിലായി ചൈനയ്ക്കും അതുപോലെ തന്നെ ഹുവാവയ്ക്കും ഇൻവെസ്റ്റ്മെന്റുകൾ അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് എൻ്റയർ വേൾഡിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് കോൺഫിഡൻസ് ആയി. ആ കോൺഫിഡൻസ് തന്നെ 2007 ഇവര് US-ലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്നാണ് അവർക്ക് ഉള്ള ആദ്യത്തെ ആണിയടി കിട്ടുന്നത്. ഇവര് US-ലെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ കോൺട്രാക്ടറായ സൈമാൻടെക് കോർപ്പറേഷനുമായിട്ട് കൂടിച്ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങുന്നു. ഹുവാവ സൈമാൻടെക് കോർപ്പറേഷൻ ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യും. ഇവർ ചെയ്യുന്ന വെച്ചാൽ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ആണ്. അതായത് സെക്യൂരിറ്റി ആൻഡ് സ്റ്റോറേജിൽ എൻഡ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പുതിയൊരു സോഫ്റ്റ്വെയറും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പുതിയൊരു കമ്പനി ആയിട്ട് ഇവർ ഫോം ചെയ്യുന്നു. അങ്ങനെ 2010 ആകുമ്പോൾ ഗ്ലോബൽ ഫോർച്യൂൺ 500 കമ്പനീസ് ലിസ്റ്റില് ഹുവാവ കയറി പറ്റുന്നുണ്ട്. 21.8 ബില്യൺ ടേൺ ഓവർ, അതുപോലെ 2.7 നെറ്റ് പ്രോഫിറ്റും 2.7 ബില്യൺ ഡോളർ പ്രോഫിറ്റും ഉള്ള ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനി ആയിട്ട് ഹുവാവ എപ്പോഴത്തേക്കും വളർന്നു കഴിയുന്നുണ്ട്. അങ്ങനെ 2012 ആകുമ്പോഴേക്കും ഇവര് ഈ സൈമാൻടെക് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് ബാക്കി അവരുടെ അവശേഷിക്കുന്ന ഷെയറുകളും കൂടെ മേടിക്കുന്നു. കാരണം ഇവരൊരു US കമ്പനിയാണല്ലോ. അപ്പോഴേക്കും അവരുമായിട്ട് കൂടി ചേർന്ന് നിന്നാല് US-ന്റെ സൈബർ സെക്യൂരിറ്റിയും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലൊക്കെ ഇടപെടുന്നതിന് അപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ഇവരുടെ കംപ്ലീറ്റ് ഷെയർസും ഹുവാവ മേടിച്ച് ഈ ഹുവാവ സൈമാൻടെക് എന്നുള്ള കമ്പനി ഹുവാവയുടെ മാത്രമായി തീരുന്നുണ്ട്. ഹുവാവ എല്ലാ ഷെയറും സ്വന്തമാക്കി അതേ വർഷം തന്നെ US-ന്റെ സൈബർ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട്. US-ന് സൈബർ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട് ഹുവാവ കാരണം എന്നുള്ള പ്രഖ്യാപനം US ഒഫീഷ്യലി പറയുന്നു. കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചൈന അതായത് ഇവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ബാക്ക് ഡോർ എൻട്രി ഉണ്ട്. ഇതുവഴി കയറി US-ന്റെ ഇൻഫർമേഷൻ അല്ല വൈറ്റൽ ഡേറ്റാസ് ഒക്കെ ഇവർ ചോർത്തുന്നു എന്നുള്ളൊരു വലിയൊരു ആരോപണം US ആരോപിക്കുന്നുണ്ട്. ഇത് കാരണം തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ ഹുവാവയുടെ പ്രൊഡക്ഷനോട് ചെറിയൊരു പാനിക്ക് വരുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കാരണം US ആണ് പറയുന്നത്.
അത് ഹുവാവയ്ക്ക് വലിയൊരു അടിയായി. ആ സമയത്ത് പക്ഷെ ബ്രിട്ടൻ പറയുന്നു ഹുവാവയ്ക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് ബ്രിട്ടൻ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് 1-2 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടന്റെ ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞിട്ട് ഹുവാവെ പ്രൊഡക്ട്സ് എല്ലാം ബാക്ക്ഡോർ എൻട്രി ഉണ്ട്, എല്ലാ രാജ്യത്തെയും സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡാറ്റാസും വൈറ്റൽ ഇൻഫർമേഷൻസും ഹുവാവെ ചോർത്തുന്നുണ്ടെന്നൊരു വലിയൊരു ആരോപണം ബ്രിട്ടൻ, US പോലുള്ള വലിയ രാജ്യങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹുവാവയുടെ 5G ട്രയൽസും എല്ലാം നമ്മൾ ഓൾറെഡി നിരോധിച്ചിട്ടുണ്ട്, നമ്മൾ ന്യൂസുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഹുവാവെ അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു കോർ സെക്ടറിൽ നിന്ന് മാറി അവർ ഓൾറെഡി മറ്റ് പല മേഖലകളിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സിലൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വളരെ നല്ല വലുതാണുണ്ടായിരുന്നു. അവര് സ്മാർട്ട് ഫോൺസ് ഇറക്കി, അതുപോലെ തന്നെ മറ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സാധനങ്ങളായ AC, അതുപോലെ തന്നെ ബാക്കി ഒരുപാട് സാധനങ്ങൾ, AC, ഫ്രിഡ്ജസ്, അങ്ങനെയുള്ള സാധനങ്ങളുടെ ഹുവാവയുടെ ബ്രാൻഡിങ്ങില് ലോകമെമ്പാടും ഇറങ്ങാൻ തുടങ്ങി. ഇത് അങ്ങനെ 2020 നമ്മൾ ലോക്ക്ഡൌൺ ഉണ്ടായ സമയത്ത് വേൾഡിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തേക്കുന്ന സ്മാർട്ട് ഫോൺ സാംസങ്ങിനെയും ആപ്പിളിനെയും ഒക്കെ പിന്നിലാക്കി ഹുവാവെ ആയിട്ടുണ്ട്. വേൾഡിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്മാർട്ട് ഫോൺ ഇപ്പം നിലവിൽ ഏറ്റവും ലാസ്റ്റ് വന്ന റിപ്പോർട്ട് പ്രകാരം ഹുവാവെയാണ്. അതുപോലെ തന്നെ 2010 $21 ബില്യൺ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഹുവാവെ 2019 ആയപ്പോഴേക്കും ഏകദേശം 9 കൊല്ലം കൊണ്ട് $100 ബില്യൺ വളർച്ചയാണ്. അതായത് $122 ബില്യൺ അവരുടെ ടേൺ ഓവർ വന്നേക്കുന്നത്. അങ്ങനെ ഹുവാവെ എല്ലാ മേഖലയിലും ശക്തിയായിട്ട് വളരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇവരുടെ ഈ അറസ്റ്റൊക്കെ നടക്കുന്നത്. US ഇപ്പോഴും ഇവരുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇവരെ ഒരിക്കലും ചൈനയിലേക്ക് തിരിച്ച് ചൈനയ്ക്ക് വിട്ടിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല. ഇവരിപ്പോഴും ഡിറ്റൻഷനിൽ തന്നെയാണ് ഉള്ളത്. US പറയുന്ന ഇവർ ഈ ക്ലെയിംസ്, അതായത് US പറഞ്ഞ കാര്യങ്ങൾ വ്യക്തത വന്നിട്ട് ഒന്നെങ്കിൽ ഇവരെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഇല്ല എന്നുള്ളൊരു തെളിവ് കിട്ടിയാലേ ഇവരെ തിരിച്ചു വിടൂ എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഒരുപാട് താരിഫ് വാർസ് USഉം ചൈനയും തമ്മിൽ നടക്കുന്നുണ്ട്. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൂട്ടുക, അതാണ് താരിഫ് വാർ എന്ന് വെച്ചാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന്റെ എല്ലാം പിന്നിലുള്ള മെയിൻ റീസൺ ഇവരെ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ റൺ സെങ്ഫി പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ചൈനയ്ക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങളോ അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഇൻഫർമേഷനോ ഒരിക്കലും ഞങ്ങൾ ചോർത്തി കൊടുത്തിട്ടില്ല എന്നാണ് റൺ സെങ്ഫി പറഞ്ഞത്. എന്താണ് സത്യാവസ്ഥ എന്ന് ഇപ്പോഴും ക്ലിയർ അല്ല. എന്തായാലും നമ്മൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് റൺ സെങ്ഫി എന്നും കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ന്യൂസും തമ്മിലുള്ള ബന്ധമാണ്. റൺ സെങ്ഫി എങ്ങനെ ഇത്രയും പവർഫുൾ മാനായി, അതായത് സാധാ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഇദ്ദേഹമാണ് ചൈനയിലെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതിന്റെ പിന്നിലെ കഥയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം നമുക്കൊരു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.